അടുക്കളയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിയ ജീരകത്തിന്റെ പാക്കറ്റാണ്. പാക്കറ്റ് മുറിച്ചൊരു പരന്ന പാത്രത്തിലിട്ട് നോക്കിയപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ ചെള്ളുകൾ വരുന്നതായി കാണാൻ കഴിഞ്ഞു. പണ്ട് കാലങ്ങളിലുള്ളവർ ജീരകവും എള്ളും എല്ലാം വാങ്ങിയതിന് ശേഷം അവരത് കഴുകി ഉണക്കി എന്നിട്ടാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനുള്ള സമയം ആർക്കുമില്ല. കഴുകാതെ തന്നെ നമ്മൾ അരപ്പിലേക്കും അതുപോലെ കറികളിലേക്കും ഇടാറാണ് പതിവ്. എന്നാൽ ഇത് എനിക്കിപ്പം 2-3 പ്രാവശ്യം വാങ്ങിയപ്പോഴൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനും വിചാരിച്ചത്. ഇനി നമ്മൾ ഈ ജീരകം കഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം കാണിച്ചു തരാം. ഇതിൽ മൊത്തം അഴുക്കാണ്. ജീരകം കഴുകിയ വെള്ളം നിങ്ങളൊന്ന് നോക്കണം. ഇതിൻ്റെ കളർ എങ്ങനെ മാറുന്നു എന്ന് ശ്രദ്ധിക്കുക. അസൽ ചെളിവെള്ളം പോലെയുണ്ട്. അതുകൊണ്ട് നമ്മൾ പണം കൊടുത്തിട്ട് അസുഖം വാങ്ങുന്നത് പോലെയാണ്. ഇനി മുതൽ ജീരകവും എള്ളുമൊക്കെ കിട്ടുമ്പോൾ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി ഈർപ്പമില്ലാത്ത ഒരു ടിന്നിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.